Assalamualaikum my dear kids, this is Ramshida, Shaheer and welcome to Solve and Solutions in Maths. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അവയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഈ ചാപ്റ്റർ. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആദ്യം സീക്വൻസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സീക്വൻസസ് എന്താണ്? കുറച്ച് നമ്പറുകളുടെ ഒരു കളക്ഷനാണ്. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്പറുകളുടെ കളക്ഷൻ ആയാൽ അത് സീക്വൻസ് ആവണമെന്നില്ല. മറ്റൊരു റൂള് കൂടിയുണ്ട് സീക്വൻസ് എന്നാവാൻ. എന്താണ്? ഇവിടെ ഇപ്പൊ ഞാനൊരു നമ്പർ തന്നിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ്. എന്താണ്? 12, 9, 2, 7, 5, 3. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത നമ്പേഴ്സ് ആണ് അല്ലെ. 12, 9 12ഉം 9ഉം തമ്മിൽ നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ നമുക്ക് 3 രണ്ട് നമ്പേഴ്സിലും 3 പോകുന്നു വയ്ക്കാം. പക്ഷെ മൂന്നാമത്തെ നമ്പർ 2ലേക്ക് എത്തുമ്പോൾ സെയിം റൂളാണോ വരുന്നത്? അല്ല. അപ്പോൾ ഇതിന്റെ റൂൾസ് ഒന്ന് മറ്റൊന്നിനോട് റിലേറ്റ് ചെയ്യാൻ മാത്രം ഒരു ബന്ധവും നമ്മളെല്ലാം കൂടി നോക്കുമ്പോൾ കാണുന്നില്ല. എല്ലാ നമ്പേഴ്സും കൂടി നോക്കുമ്പോൾ 12ഉം 9ഉം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ 9ഉം 2 എത്തുമ്പോൾ ആ റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇല്ലല്ലോ. അങ്ങനെ തമ്മിൽ ബന്ധമില്ലാത്ത കുറെ നമ്പേഴ്സിന്റെ കളക്ഷനായി തന്നാൽ ഇത് സീക്വൻസ് അല്ല. ദിസ് ഇസ് നോട്ട് എ സീക്വൻസ്. ഇനി സീക്വൻസ് ആവണമെങ്കിൽ ഫോർ എക്സാമ്പിൾ 1, 4, 9, 16, 25 എക്സെട്ര. ഇതിനെ നോക്കാം. ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു റിലേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ. 1 എന്ന് പറയുന്ന നമ്പർ, അടുത്തത് 4 ആയി, 9 ആയി. അപ്പൊ തമ്മിൽ നോക്കി നോക്കുമ്പോൾ 1ൽ നിന്ന് ഒരു 3 കൂട്ടിയപ്പോ 4 കിട്ടി. 4ന്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത് അല്ലെ. അപ്പം ഒരു കോമൺ റിലേഷൻ കാണുന്നില്ല. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ അറിയാം ഇവയെല്ലാം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലേ. നോക്കിയേ. 1 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 1. 2 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 4. 3 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 9. 4ന്റെ സ്ക്വയർ ആണ് 16. 5ന്റെ സ്ക്വയർ ആണ് 25. ഇതേ ഒരു റൂള് വെച്ചിട്ട്, ഇതേ ഒരു റിലേഷൻ വെച്ചിട്ട് ഇനിയുള്ള നമ്പേഴ്സിനെ ഒക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇല്ലേ? നോക്കിയേ. അടുത്തൊരു 6ന്റെ സ്ക്വയർ കണ്ടാൽ നമുക്ക് 36 എന്ന് കണ്ടുപിടിക്കാം. 7ന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് 49 എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഈ നമ്പറിന്റെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഒരു സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് എ സീക്വൻസ്. എന്തുകൊണ്ടാണ്? ഇവ ഒന്നും മറ്റൊന്നും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് അടുത്തടുത്തുള്ള നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്താണ്? സ്ക്വയേഴ്സ് ആണ് ഇവ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? സീക്വൻസ് ആണ് എന്ന് പറയാം. എന്നാലും ഇത് എന്താവുന്നില്ല? അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നില്ല. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആവാൻ അടുത്തൊരു റൂള് കൂടിയുണ്ട്. എന്താണ്? ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ കളക്ഷൻ, ഒരു സീക്വൻസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അത് സീക്വൻസ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? അവയ്ക്ക് തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം. ഫസ്റ്റ് ടേം അടുത്ത ടേമും തമ്മിൽ എന്തുണ്ടാവണം? ഒരു ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറഞ്ഞു? സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാ പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 10, 12 എക്സെട്ര. ഇവിടെ നോക്കൂ. 2, 4, 6, 8, 10, 12 എല്ലാവർക്കും അറിയാം. എന്താ? അത് ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ. ഈവൺ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? 2ൽ നിന്നും 4ലേക്കുള്ള ഒരു അകലം, ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു +2 ആണ് അല്ലെ. 2 + 2 4. അടുത്തൊരു 4 + 2 എന്ന് പറഞ്ഞാലോ 6. then 6 + 2 എന്ന് പറഞ്ഞാൽ 8. 8 + 2 10 and 10 + 2 12. എന്താണ് ഇവിടെ ഇതും തമ്മിൽ എന്തെന്ന് വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കഴിഞ്ഞ ഒരു എക്സാമ്പിള്, തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അവയില് കോമൺ ആയിട്ടൊരു നമ്പർ അല്ല കൂടിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇവയിൽ നോക്കൂ, ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 12. അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താണ്? 12 +
2, 14 ഇങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചാൽ കുറച്ച് നമ്പറുകളുടെ കളക്ഷൻ ആവണം. അവയുടെ ഓരോ ടേമുകളും തമ്മിൽ അല്ലെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞ് മറ്റൊരു നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവണം. ആ റിലേഷൻ ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിലുള്ള റിലേഷൻ തന്നെ ആയിരിക്കണം രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ളത്. 1ഉം 2ഉമായിട്ടുള്ള ടേമുകൾ നോക്കൂ. +2ന്റെ റിലേഷൻ അതേ റിലേഷൻ തന്നെയല്ലേ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ളത്. അതേ റിലേഷൻ തന്നെയാണ് മൂന്നാമത്തതും നാലാമത്തതും തമ്മിൽ. അപ്പോൾ തന്നിട്ടുള്ള നമ്പേഴ്സും ഇനി അങ്ങോട്ട് വരുന്ന നമ്പേഴ്സിനും സെയിം ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തതിൽ നിന്നും രണ്ടാമത്തതിലേക്ക് പോകുന്ന ഒരു വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്. നമ്മളിതേ അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കോമൺ ഡിഫറൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ഡി. ഓക്കെ, ഇനി മറ്റൊരു ടേം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടേം എന്ന് തന്നെയാണ്. അതായത് എന്താണ് ഈ തന്നിട്ടുള്ള ഓരോ നമ്പേഴ്സും ഇവയുടെ എന്താണെന്ന് പറയാം, ടേംസ് ആണ് എന്ന് പറയാം. ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇതില് ഫസ്റ്റ് ടേം ആവുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് കൊടുക്കും, x1, സെക്കൻഡ് ടേം ആവുമ്പോൾ x2, തേർഡ് ടേം x3 ആൻഡ് സോ ഓൺ. ഇങ്ങനെ കൊടുത്തു പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്താന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കണം, സിംപ്ലി പറയുവാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ ഉള്ള അതേ അകലം തന്നെ ആയിരിക്കണം സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എന്ന് പറയുന്ന അതായത് കോമൺ ഡിഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല is equal to എന്ത് പറയാം, x2 minus x1. ഓക്കെ, x2 minus x1 എന്ന് പറഞ്ഞാല് ഇതൊരു ഇതാണെന്ന് നമുക്കറിയാം അല്ലെ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ. അരിത്തമെറ്റിക് സീക്വൻസ് ആവുമ്പോ ഇതാണ് എന്ത് x1, ഇത് x2, ദിസ് ഇസ് x3 ആൻഡ് ദിസ് ഇസ് x4 അങ്ങനെ എക്സെട്ര എക്സെട്ര പോ അല്ലെ. ഇവിടെ x2 minus x1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല. ഇനി അതിൽ മാറ്റമില്ല. ഇനിയിപ്പോ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x2 minus x1. ഇനി നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇതിലെ കോമൺ ഡിഫറൻസ് കാണൂ, കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, x2 minus x1 എന്ന് ചെയ്യണം. നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് തരികയാണ്. 5, 10 വളരെ സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 20, 25 എക്സെട്ര. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവയ്ക്കിടയിലെ കോമൺ ഡിഫറൻസ് എന്ന് അല്ലെ. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, x1, ഇതിനെ x2, ഇതിനെ x3 ഇങ്ങനെ വിളിക്കും അല്ലെ. ഇനി ഫൈൻഡ് ഡി അല്ലെങ്കിൽ ഫൈൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, d ഈക്വൽ ടു എന്താണ്, x2 minus x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 minus 5 ഈക്വൽ ടു 5. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 5 ആണ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് പോവാം. ഇത് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെ 4 സ്ക്വയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 4 സ്ക്വയേഴ്സ് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ അല്ലെ. 1 1 1 കൂടി കൂടി വരുന്നു. ഇവിടെ ഫസ്റ്റ് നമ്മളോട് ലെങ്ത്, പിന്നെ പെരിമീറ്റർ, പിന്നെ ഏരിയ, ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഇവിടെ നോക്കാതെ നമുക്ക് എഴുതാം അല്ലെ. 1 2 3 4 ദിസ് ഇസ്. അപ്പൊ നമുക്ക് ഇത് x1 ആയി, ഇത് x2 ആയിട്ടും, ഇത് x3 ആയിട്ടും, ഇത് x4 ആയിട്ടും. ഇനി അടുത്തൊരു സ്ക്വയർ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാം 5 സെന്റിമീറ്റർ ആയിരിക്കും ആണല്ലോ. അപ്പൊ എങ്ങനെ കൂടി 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 പോകും. നെക്സ്റ്റ് പെരിമീറ്റർ. പെരിമീറ്റർ എങ്ങനെയാണ് പെരിമീറ്റർ കാണുക, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലെ. എന്താണ്, 4a. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഓഫ് ദ സൈഡ് ആണ് a എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും, ഈ ഒരു 4 സ്ക്വയേഴ്സിന്റെയും പെരിമീറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്
സ്ക്വയറിൻ്റെത് 4 into a എന്ന് പറയുമ്പോൾ 4 into 1 ദാറ്റ്സ് ഈക്വൽ ടു 4. സെക്കൻഡ് 4 into 2 8. തേർഡ് എന്ത് വരും 4 into 3 12. ഫോർത്ത് എന്ത് വരും 4 into 4 16. മറ്റൊന്നിൻ്റെ ആണെങ്കിൽ 4 into 5 എന്ന് വരും 20. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ ഏരിയ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാലോ, എങ്ങനെയാണ് ഏരിയ കാണാനുള്ള ഫോർമുല? നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എ സ്ക്വയർ ആണ്, അതായത് സൈഡിന്റെ സ്ക്വയർ കാണാം. ഫസ്റ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സെക്കൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. തേർഡ് കൺസിഡർ ചെയ്യുമ്പോൾ 3 സ്ക്വയർ ദാറ്റ് ഈസ് 9. നെക്സ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 4 സ്ക്വയർ ദാറ്റ് ഈസ് 16. ഇങ്ങനെ പോകും. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്ക്വയറിന്റെ തീർച്ചയായിട്ടും 25 ആണ്, കാരണം 5 സ്ക്വയർ ആ വരിക. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് സീക്വൻസ് പോകുന്നുണ്ടെങ്കിൽ ഇവയെ നമുക്ക് എന്ത് വിളിക്കാം? നമ്പർ സീക്വൻസ് ആണെന്ന് വിളിക്കാം. കാരണം എന്താ, ഇതിപ്പം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചിന്തിക്കാതെ സീക്വൻസ് എന്നുള്ള ബേസിൽ ചിന്തിക്കുവാണെങ്കിൽ ഈ മൂന്നും എന്ത് തന്നെയാണ്? സീക്വൻസ് തന്നെയാണ്, അല്ലെ? 1 2 3 4 സെയിം ഡിഫറൻസ് ആണ് വരുന്നത്. 4 8 12 16 സെയിം ഡിഫറൻസ് വരുന്നു. പക്ഷെ തേർഡ് കേസിൽ വരുമ്പോൾ 1 4 9 16 ഇവിടെ സെയിം ഡിഫറൻസ് അല്ല, പക്ഷെ ഒരു റൂൾ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാവുമ്പോൾ ഇതൊരു സീക്വൻസ് ആണെന്നും മറ്റു രണ്ടുള്ളതും എന്ത് നമുക്ക് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നും പറയാം. ഓൾറെഡി ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താന്നുള്ളത് ചെറിയ ബ്രീഫ് തന്നത് കൊണ്ടാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. എന്ത്? ഇത് രണ്ടും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നും ഇത് നോർമലി ഇത് സീക്വൻസ് മാത്രമാണ്, കാരണം ദർ ഇസ് നോ കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്, അല്ലെ? അപ്പം ഇത്രയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലെ. ഇതുപോലെ തന്നെ മറ്റൊരു സ്ക്വയറിന്റെയും, അതായത് 1.5 ഡിഫറൻസിൽ മറ്റ് സ്ക്വയറും തന്നിട്ടുണ്ട്. ഇനി അത് നോക്കാം നമുക്ക്. ഇനി നേരത്തെ പറഞ്ഞ സെയിം ഫോമിൽ മറ്റൊരു എക്സ്പ്ലനേഷൻ നമുക്കുണ്ട്. ഇവിടെ സൈഡ്സ് 1 1.5 2 2.5 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. പിന്നെയുള്ളത് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, ഏരിയ, ഡയഗണൽ ഇവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെ ചെയ്യാം? 1 സെന്റിമീറ്റർ 1.5 ലെങ്ത് നമ്മൾ എഴുതി കഴിഞ്ഞു. 1 1.5 2 2.5. അടുത്തത് സ്വാഭാവികമായും 3 3.5 അങ്ങനെ പോകും. ഇനി നമുക്കതിന്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 4a 4 into a എന്ന് പറയുന്നത് സൈഡ്, 4 into സൈഡ് ആണ് പെരിമീറ്റർ. 4 into 1 4 into 1 is equal to 4, അല്ലെ? ഇനി 4 into 1.5 എടുക്കുന്നുണ്ട്, അല്ലെ? 4 into 1.5 എങ്ങനെ ചെയ്യാം? 4 into 1.5 എന്നുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിന് ഫ്രാക്ഷൻ ഫോമിലേക്ക് വരുമ്പോൾ 1 into 2 plus 3 അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. 1 1/2നെ ആദ്യം ഇവ തമ്മിൽ ഇൻഡു ചെയ്ത് കിട്ടുന്ന ആൻസറിനെ മുകളിലുള്ളത് ന്യൂമറേറ്റർ വെച്ച് ആഡ് ചെയ്താലാണ് നമുക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതും? 1 into 2 plus 1 divided by 2. അങ്ങനെ എഴുതുമ്പോൾ എത്ര വരും? 3/2. 2 get cancelled. 2 into 3 equal to 6. Therefore, the perimeter of the second square is 6. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് തേർഡ് സ്ക്വയറിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. 4 into സൈഡ് 4 into 2 ആണ് സൈഡ്. 4 into 2 8. സെയിം വേറെ തന്നെ 2.5ന്റെ പെരിമീറ്റർ കൂടി നമുക്ക് കാണാം. എങ്ങനെ? 4 into 2.5 നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യാണ്. 4 into 2 into 2 4 4 plus 1 5/2. 2 ക്യാൻസൽ ചെയ്തു. then 2 into 5 10. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അടുത്ത ഒരു 3 എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ഉണ്ടായിരുന്നുവെങ്കിൽ അവയുടെ പെരിമീറ്റർ തീർച്ചയായിട്ടും 12 ആയേനെ. നെക്സ്റ്റ് ഏരിയ. ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഫോർമുല എന്താ? എ സ്ക്വയർ ദാറ്റ് ഇസ് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്ക്വയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ സൈഡ് 1 ആണ്. therefore 1 into 1 ആൻസർ ഇസ് 1. നെക്സ്റ്റ് 1.5 ആണ് സെക്കൻഡ് സ്ക്വയറിന്റെ ഏരിയ. 1.5 എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് വരുമ്പോൾ 1.5 into 1.5 അല്ലെ? അതെങ്ങനെ വരും? നമ്മൾ 1.5നെ നേരത്തെ ചേഞ്ച് ചെയ്തതാണ്, മിക്സഡ് ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്തതാണ്. 3/2 into 3/2 that is equal to 9/4. ഇവിടെ തന്നിട്ടുള്ളത് ഒരു മിക്സഡ് ഫ്രാക്ഷനിലായതുകൊണ്ട് നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ദാറ്റ് ഇസ്
9 divided by 4. എങ്ങനെ ചെയ്യാം? 9 4 2 times, that is 2 into 4 8, balance is 1. എങ്ങനെയാണ് നമ്മൾ ഇതിനെ എഴുതാറുള്ളത്? 2 1 by 4 മുകളിൽ ഡിവൈഡഡ് ഇൻറ്റു റിമൈൻഡർ എഴുതുക ബൈ 4 എഴുതുക. ഓക്കെ, 2 into 1 by 4. Then next is തേർഡ് ടേം. തേർഡ് ടേമിന് എങ്ങനെയാ സ്ക്വയർ കാണുക? തേർഡ് ടേം മീൻസ് തേർഡ് സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് കാണുന്നത്. അവയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 ആണ്. Therefore 2 into 2, the square is, the area is 4. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 2.5 ആണ് അല്ലെ. 2.5 ആകുമ്പോൾ അതിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കാണുക? 2.5 into 2.5. മിക്സർ ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യാണ്. 2 into 2 4, 4 plus 1 5 by 2 into 5 by 2 അല്ലെ. 5 into 5 25 divided by 4. അതിനെ നമുക്ക് മിക്സർ ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണം എഴുതാനായിട്ട്. 25 divided by 4 എത്ര ടൈംസ് പോകുന്നുണ്ട്? 6 times. 4 into 6 24. ബാലൻസ് is 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 1 by 4 ഇങ്ങനെ പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡയഗണൽ. ഡയഗണലിൽ കാണാനുള്ള ഫോർമുല എന്താ? നേരത്തെ ഭാഗത്ത് ഡയഗണൽ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ഡയഗണൽ ഉണ്ട്. ഡയഗണൽ കാണാനുള്ള ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. a√2, അതായത് സൈഡ് ഇൻറ്റു √2 ആണ്. ഇവിടെ സൈഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ക്വയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ 1 ആണ്. therefore 1 into √2. അപ്പൊ എന്ത് വരും? 1√2, അതായത് √2 അല്ലെ. നെക്സ്റ്റ് സെക്കൻഡ് സ്ക്വയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ 1.5 ആണ്. അപ്പോൾ 1.5 into √2 എങ്ങനെ വരും? 1.5 എന്ന് പറയുമ്പോൾ 3/2 into √2 വരുന്നു. ദാറ്റ് ഇസ് 3/2 √2. ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. 3/√2 എന്നൊക്കെ എഴുതാം, കുഴപ്പമില്ല. 3/2 √2. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് സ്ക്വയറിന്റെ സൈഡ് 2 ആണ്. 2 into √2 2√2 അല്ലെ. നെക്സ്റ്റ് ഏതാണ് വരുന്നത്? 2.5 ആണ്. ദാറ്റ് ഈസ് 2.5 into √2 അല്ലെ. 2 into 4 4 plus 1 5/2 into √2. ദാറ്റ് ഈസ് 5/2 √2. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളൊരു ലെങ്ത് ആണ് തന്നിരുന്നത്. പെരിമീറ്ററും ഏരിയയും ഡയഗണലും കാണാനാണ് പറഞ്ഞത്. പെരിമീറ്ററിന്റെ ഫോർമുല 4 into a, that is 4 into side. ഏരിയയുടേത് a square, that is side into side. And diagonalന്റെ ഫോർമുല is a√2, that is side into √2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയുള്ളത് ഒരു എക്സസൈസ് ആണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.